ബാലതാരമായി സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത്. പിന്നീട് മലയാള സിനിമയുടെ നായികാ സങ്കല്പമായി തന്നെ മാറുകയായിരുന്നു കാവ്യ. 2 പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ മുൻനിര നായികയായി തന്നെ ജീവിച്ചു. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും അഴകിയ രാമനിലൂടെയാണ് കാവ്യ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യയ്ക്കുണ്ടായിരുന്ന ഒരു സ്റ്റാർഡം ഇന്ന് മലയാളത്തിലെ യുവതടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയാറുള്ളത്. എന്തായാലും 40 കടന്നിട്ടും അധിക മാറ്റങ്ങളൊന്നും കാവ്യയെ ബാധിച്ചിട്ടില്ല. ഏറ്റവും സുന്ദരിയായി ഇന്നും ശരീര സൗന്ദര്യം നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധാലുവായിട്ടാണ് കാവ്യ നിൽക്കുന്നത്. പണ്ട് ഷൂട്ടിങ്ങിന് പോകാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ചിട്ടകൾ പാലിക്കാതെ കാവ്യ ജീവിച്ചിട്ടുള്ളത്. അല്ലാതെയുള്ള എല്ലാ ദിവസങ്ങളിലും കാവ്യമാധവൻ വളരെയേറെ ചിട്ടയോടെയാണ് ജീവിക്കുന്നത്. എന്തായാലും നിലവിൽ കാവ്യമാധവനെ പഴയ സുന്ദരിയായി വീണ്ടും കാണാൻ കഴിയുന്നതിലെ സന്തോഷത്തിലാണ് ആരാധകർ ഉള്ളത്. പൊതുവെ പൊതുവേദികളിൽ എത്തുന്ന കാവ്യ എപ്പോഴും ജനശ്രദ്ധ നേടാറുണ്ട്. സോഷ്യൽ മീഡിയയിലും നടി നിറ സാന്നിധ്യമാണ്. ഏറെ കാലത്തിന് ശേഷമാണ് കാവ്യ ഇത്രയും സന്തോഷത്തോടെ കാണുന്നതെന്ന് ആരാധകർ പറയുന്നുണ്ട്. കാവ്യയുടെ പുതിയ ദൃശ്യങ്ങളും വൈറലാവുകയാണ്. ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു കാവ്യ. നടൻ ദിലീപുമായുള്ള വിവാഹശേഷമാണ് കാവ്യ അഭിനയ രംഗം വിട്ടത്. കാവ്യയുടെ തീരുമാനം പലരെയും വിഷമിപ്പിച്ചു. കാവ്യ ഇനി അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരില്ലെന്നാണ് പലരും കരുതുന്നത്. ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരെയാണ് ഈ വാദത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. കാവ്യേക്കാൾ വലിയ താരമായിരുന്നു മഞ്ജു വാര്യർ. എന്നാൽ വിവാഹത്തോടെ കരിയർ വിട്ടു. ദിലീപുമായി അകന്ന ശേഷമാണ് സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തുന്നത്. വിവാഹശേഷം ലൈംലൈറ്റിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു മഞ്ജു. എന്നാൽ കാവ്യ അങ്ങനെയല്ല. വിവാദങ്ങൾ കാരണം കുറച്ചു കാലം എല്ലാത്തിൽ നിന്നും അകന്നു നിന്നെങ്കിലും ഇന്ന് ലൈംലൈറ്റിൽ കാവ്യ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തം സ്ഥാപനമായ ലക്ഷ്യ നോക്കി നടത്തുന്നു. ദിലീപിനൊപ്പം മിക്കപ്പോഴും കാവ്യ കാണാം. എന്നാൽ മഞ്ജു ഇങ്ങനെയായിരുന്നില്ല. ദിലീപിന്റെ വീട്ടിൽ മഞ്ജു ഒതുക്കപ്പെട്ടെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സൗഹൃദങ്ങൾ മാത്രമായിരുന്നു അവൾക്ക് ആകെയുള്ള ആശ്വാസം. വേറെ ഒരു അവാർഡ് ഫംഗ്ഷനോ പബ്ലിക് ഫംഗ്ഷനോ ഒന്നിനും മഞ്ജുവിനെ പുറത്തേക്ക് കണ്ടിട്ടില്ല. വല്ലാത്തൊരു അടിച്ചമർത്തലാണ് അവിടെ നടന്നത് കൊണ്ടിരിക്കുന്നത്. അതൊന്നും അവൾ വിഷയമാക്കിയില്ല. 14 വർഷം നീ എന്തു ചെയ്തു എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ലാപ്ടോപ്പിൽ സിനിമ കണ്ടിരിക്കും, അല്ലെങ്കിൽ പുസ്തകം വായിക്കും ചേച്ചി. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ വിനോദമെന്നാണ് മഞ്ജു പറഞ്ഞത്. അങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിച്ച പെൺകുട്ടിയായിരുന്നു. സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും എല്ലാം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവരാണ്. അവരെല്ലാം ഒന്നിച്ച് പുറത്തു പോകുന്നതിന് ലിമിറ്റുണ്ട്. 24 മണിക്കൂറും അവർക്ക് പുറത്തു പോകാനൊന്നും സാധിക്കില്ലല്ലോ. എല്ലാവരും തിരക്കിൽ തന്നെയല്ലേ. മഞ്ജു മാത്രമാണ് ഒന്നും ചെയ്യാതിരുന്നത്. യോഗയും മറ്റുമായി സംയുക്ത വർമ്മ ബിസിയായിരുന്നു എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. വിവാഹശേഷം അഭിനയം വിട്ടെങ്കിലും മഞ്ജു പോയ വിടവിലേക്ക് മറ്റൊരു നടിക്കും മലയാളത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. മഞ്ജു വാര്യർക്ക് ശേഷം ശ്രദ്ധേയ കഥാപാത്രങ്ങൾ തുടരെ ലഭിച്ച നടിയാണ് മീര ജാസ്മിൻ. പക്ഷേ ഒരു ഘട്ടത്തിൽ മീരയുടെ ഗ്രാഫും ഇടിഞ്ഞു. 2014 ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്നത്. വൻ വരവേൽപ്പാണ് മഞ്ജുവിന് ലഭിച്ചത്. നിലവിൽ എമ്പുരാന്റെ വിജയത്തിളക്കത്തിലാണ് മഞ്ജു. മലയാളത്തിന് പുറമെ തമിഴകത്തും മഞ്ജു ഇന്ന് സജീവമാണ്. മോളിവുഡ് പ്രേക്ഷകർ മഞ്ജു വാര്യരെ പോലെ ആഘോഷിച്ച മറ്റൊരു നടിയില്ല. സിനിമാ ലോകത്തിന് ഇന്നും മഞ്ജുവിന്റെ ജനപ്രീതി അത്ഭുതമാണ്. സിനിമകൾ പരാജയപ്പെടാറുണ്ടെങ്കിലും ഇത് നടിയുടെ താരമൂല്യത്തെ ബാധിക്കുന്നില്ലെന്നതാണ് വാസ്തവം. മാത്രമല്ല, സിനിമയിൽ കത്തി നിൽക്കുന്ന സമയത്ത് മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹത്തോടെ മഞ്ജു സിനിമയിൽ നിന്ന് മാറി നിന്നു. മഞ്ജു എന്തുകൊണ്ടാണ് വീണ്ടും അഭിനയിക്കാത്തതെന്ന ചോദ്യത്തിന് അന്ന് ദിലീപ് പറഞ്ഞത്, ഞാനല്ല അവളെ മാറ്റി നിർത്തിയത്, മകളെയും കുടുംബജീവിതവും നോക്കാൻ മഞ്ജു സ്വയം മാറി നിന്നതാണെന്നായിരുന്നു. അതേസമയം വിവാഹമോചനത്തോടെ മഞ്ജു വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിരുന്നു. മഞ്ജുവുമായി വേർപിരിഞ്ഞതിന് ശേഷമാണ് ദിലീപ് കാവ്യ വിവാഹം കഴിക്കുന്നത്. മഞ്ജുവിനെ പോലെ തന്നെ ദിലീപിന്റെ ഭാര്യയായതോടെ കാവ്യം അഭിനയം വിട്ടു. മഞ്ജുവിനോട് ചെയ്തതുപോലെ ദിലീപ് കാവ്യയും അഭിനയിക്കാൻ അനുവദിക്കാതിരിക്കുന്നതെന്ന ആക്ഷേപം ചില ആരാധകർ ഉയർത്തിയിരുന്നു. എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്ക് കാവ്യ തന്നെ മറുപടി ആയി രംഗത്തെത്തി. ഒരു പൊതുപരിപാടിക്കിടെയാണ് കാവ്യയുടെ പ്രതികരണം ഉണ്ടായത്. ദിലീപേട്ടൻ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങായിരുന്നു ഇത്. അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി പെട്ടെന്ന് UK പോകേണ്ടി വന്നു. ഹരിയേട്ടൻ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്, പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ എങ്കിലും പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഒരിക്കലും ദിലീപേട്ടനല്ല എന്നെ വീട്ടിൽ നിർത്തിയിട്ടുള്ളത്. അതെന്റെ അഭിപ്രായം തന്നെയായിരുന്നു. എനിക്ക് മോളെയൊക്കെ നോക്കി ആ ഒരു കാലഘട്ടം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയായിരുന്നു ഞാൻ തന്നെ ഒരു ബ്രേക്ക് എടുത്തത്. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള സന്തോഷവും സമാധാനവും നന്മകളും നേരുന്നു. ഒരിക്കൽ കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു എന്നാണ് കാവ്യമാധവൻ പറഞ്ഞത്. വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത്. അങ്ങനെ പറയണമെന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി എന്നായിരുന്നു ഒരാളുടെ കമന്റ്. ഇത് തന്നെയാണ് മഞ്ജു വാര്യരും ആദ്യം പറഞ്ഞത് എന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത്. ആരും ഏട്ടനെ കുറ്റം പറയേണ്ട, എല്ലാത്തിനും കാരണം ഞാൻ തന്നെ, ഒരാൾ പരിഹസിച്ചു. വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഗോപാലേട്ടൻ എന്ന് എല്ലാവർക്കും അറിയാം എന്നായിരുന്നു മറ്റൊരു കമന്റ്. കാവ്യ തന്നെയാണ് മകളുടെ കാര്യങ്ങൾ നോക്കുന്നതെന്നും അവളാണ് കുടുംബജീവിതം തെരഞ്ഞെടുക്കുന്നതെന്നും നേരത്തെ ദിലീപും പറഞ്ഞിരുന്നു. അതേസമയം സിനിമകളിൽ അഭിനയിക്കുന്നില്ലെങ്കിലും ഇതുപോലുള്ള പൊതുപരിപാടികൾ കാവ്യമാധവൻ സജീവമാണ്. സെലിബ്രിറ്റീസ് വിവാഹങ്ങളിലും ഉദ്ഘാടന ചടങ്ങുകളിലും ദിലീപിനൊപ്പം കാവ്യ പങ്കെടുക്കാറുണ്ട്. മാത്രമല്ല, ഒരു സംരംഭക എന്ന നിലയിലും കാവ്യ ഇപ്പോൾ സജീവമാണ്.
തന്റെ വസ്ത്ര വ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായും കാവ്യ തിളങ്ങുന്നുണ്ട്. അതേസമയം കാവ്യയുടെ മടക്കം ദിലീപിന്റെ തന്നെ നായികയായി വേണമെന്നും ഇരുവരുടെയും പ്രണയ ജോഡി കാണാൻ താല്പര്യമുണ്ടെന്നുമാണ് ആരാധകർ പറയുന്നത്. നേരത്തെ കാവ്യയുമായി ഇനിയൊരു സിനിമ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മികച്ച കഥയും സാഹചര്യവും ഒത്തുവന്നാൽ അത്തരമൊരു സിനിമയെക്കുറിച്ച് ആലോചിക്കുമെന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. മലയാളത്തിലെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്നു ഒരിക്കൽ കാവ്യയും ദിലീപും. ഇരുവരും നായികന്മാരായി 11ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അതേസമയം കാവ്യ മാത്രമായിരുന്നില്ല ദിലീപിന്റെ ആദ്യ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരും നടനെ വിവാഹം കഴിച്ചതിനു ശേഷം സിനിമയിൽ സജീവമായിരുന്നില്ല. മഞ്ജുവിനെ പോലൊരു നടിയെ വീണ്ടും അഭിനയിപ്പിക്കാത്തതിനെതിരെ പലരും താരത്തോട് അന്ന് ചോദ്യമുയർത്തിയിരുന്നു. എന്നാൽ കാവ്യയുടെ വീഡിയോ വൈറലായതോടെ മഞ്ജു അഭിനയിക്കാത്തത് സംബന്ധിച്ച് ദിലീപ് അന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളും ചർച്ചയാവുകയാണ്. ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മഞ്ജു വാര്യരെ ഞാൻ ഒളിപ്പിച്ചിട്ടൊന്നുമില്ല. അടുത്ത് മഞ്ജു പറഞ്ഞു, മകളെ ഡാൻസ് പഠിപ്പിക്കാൻ ഒരാൾ വരുന്നുണ്ട്, ഞാൻ ഡാൻസ് പഠിച്ചോട്ടെ എന്ന്. കുച്ചിപ്പിടി അധികം പഠിച്ചിട്ടില്ല, അത് നോക്കാമെന്ന്. ഞാൻ പറഞ്ഞു കുച്ചിപ്പിടിയും വീണയും ഒക്കെ പഠിക്കുമെന്ന്. ഗുരുവായൂർ പോയി അരങ്ങേറണമെന്നും വർഷത്തിൽ 1-2 പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്നും മഞ്ജു പറഞ്ഞിരുന്നു. നിനക്ക് എന്താണ് ചെയ്യാൻ താല്പര്യം അത് ചെയ്തോളുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെക്കൊണ്ട് ആവുന്ന പിന്തുണ ഞാൻ നൽകാമെന്ന്. ഫുൾ ടൈം ഇത് തന്നെയാ, പക്ഷേ പറ്റില്ലല്ലോ, കാരണം എനിക്ക് ഒരുപാട് ജോലി തിരക്കുണ്ടല്ലോ. മഞ്ജുവിന് യാത്ര പോകാൻ ഇഷ്ടമാണ്. തിരക്ക് കാരണം കുടുംബവുമായി യാത്ര പോകാൻ തനിക്ക് പറ്റാറില്ല. നാളെ മഞ്ജു വന്ന് പറയുകയാണ് എനിക്ക് സിനിമ ചെയ്യണമെന്ന്. അപ്പോൾ പാടില്ല എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ മഞ്ജുവിന് ഈക്വൽ സ്വാതന്ത്ര്യം വാക്കാൽ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും ദിലീപ് പറഞ്ഞു. വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ദിലീപിനെ രൂക്ഷമായി വിമർശിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത്. ദിലീപ് എന്തൊരു അഭിനയമാണെന്നാണ് ചിലർ പറയുന്നത്. ദിലീപ് പറഞ്ഞ ഒരു കാര്യം മാത്രം സത്യമാണ്: അവർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, ബാക്കിയെല്ലാം കളവാണ്, ഉഡായിപ്പ് മാത്രമാണ് പറയുന്നത്. മഞ്ജുവിനെ ചതിക്കാൻ എങ്ങനെയാണ് തോന്നിയത്? ആ മഞ്ജുവിന്റെ ജീവിതം താൻ നശിപ്പിച്ചു കളഞ്ഞതല്ലേ? ഇങ്ങനെ കാര്യം നോക്കുന്ന ആൾ ആയിരുന്നുവെങ്കിൽ കാവ്യമാധവനെ നിങ്ങൾ കെട്ടുമായിരുന്നോ എന്നൊക്കെയാണ് ആളുകളുടെ കമന്റുകൾ. മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ വേർപിരിഞ്ഞതിന് പിന്നാലെയാണ് ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിക്കുന്നത്. ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉൾപ്പെടെ മാറി നിന്നിരുന്നു. പിന്നീട് മകൾ മഹാലക്ഷ്മി ഉണ്ടായതിനു ശേഷമാണ് കാവ്യ സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചെത്തിയത്. അതിനുശേഷം ദിലീപുമൊത്ത് പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും അവർ സജീവമായി തന്നെ പങ്കെടുക്കാൻ തുടങ്ങി. ഇടയ്ക്ക് വെച്ച് തന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയും അതിന്റെ മോഡലായും കാവ്യ പൊടി തട്ടിയെടുത്തു. നിലവിൽ ലക്ഷ്യയുടെ മോഡലായും കാവ്യ തിളങ്ങുന്നുണ്ട്.